തിരുനാമത്തിന് മഹത്വം. ഇന്ന് എമ്മാനുവൽ മിഷൻ ടിവിയിലൂടെ നിങ്ങളോട് ദൈവവചനം സംസാരിക്കാനായി സ്റ്റുഡിയോയിൽ മാള അന്നമനടയിലുള്ള ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ശുശ്രൂഷകൻ ഷാജി ചാക്കോ നമ്മളോടൊപ്പമായിരിക്കുന്നു. തുടർന്ന് ദൈവവചനത്തിൽ നിന്ന് അദ്ദേഹം നമ്മളോട് സംസാരിക്കും. നമുക്കിത് തീർച്ചയായും അനുഗ്രഹമായി തീരും. ദയവായി തുടർന്നുള്ളത് നിങ്ങൾ കണ്ടാട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുകൊണ്ട് ഇമ്മാനുവേൽ മിഷൻ ടിവിയുടെ ഈ മീഡിയയിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഇത്തരത്തിൽ അറിയിക്കുക. ഇന്ന് ഈ പകലിൽ അല്പസമയം നമ്മൾ ഷെയർ ചെയ്യാൻ പോവുക. ഇന്നത്തെ ഈ വചന കേൾവി സുഹൃത്തെ താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു അനുഗ്രഹമായി തരും. അല്പനേര വചന വിചിന്തനത്തിനായിട്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം, അതിൽ ചില ചിന്തകൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോവുക. അതിലെ പ്രസിദ്ധ ഭാഗം എന്ന് പറയുന്നത് കടലിനോട് മല്ലടിക്കുന്ന ശീമോൻ പത്രോസിനെ വിശുദ്ധ ലൂക്കോസ് സുവിശേഷം പരിചയപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം രാത്രി മുഴുവൻ അധ്വാനിക്കുകയാണ്, പക്ഷെ മീനൊന്നും കിട്ടുന്നില്ല. യേശുവുമായിട്ടുള്ള ഒരു അഭിമുഖ സംഭാഷണം ആ അധ്യായത്തിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് മീൻപിടുത്തം എന്ന ആ കുലത്തൊഴിൽ കർത്താവ് എടുത്തു മാറ്റിയിട്ട് ലോക സുവിശേഷീകരണത്തിന് വേണ്ടി പത്രോസിനെ കർത്താവ് പണിതെടുക്കുകയാണ്. അവന്റെ ജീവിതത്തിൽ ആകമാനൊരു മാറ്റം. ഈ സന്ദേശം തുടങ്ങുന്നതിന് അപ്പോൾ തന്നെ എൻ്റെ കേൾവിക്കാരുടെ ആത്മാവിൽ ചില സന്ദേശങ്ങൾ ഞാൻ കൈമാറ്റം ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, ഉപവസിക്കുന്നവർക്ക് വേണ്ടി, ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന അഭിഷിക്തന്മാർക്ക് വേണ്ടി ആത്മാവിൽ ചില സന്ദേശങ്ങൾ കൈമാറ്റാൻ ആഗ്രഹിക്കുകയാണ്. ഇതുവരെയും ചെയ്യുന്ന മേഖലകൾ പരിശുദ്ധാത്മാവ് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ട് ദൈവം നിയോഗത്താൽ ചില മേഖലകളിലേക്ക് പരിശുദ്ധ ഹാൻഡ് ഓവർ ചെയ്യുമെന്ന് ആത്മാവ് ചില സന്ദേശങ്ങൾ പ്രാരംഭ സമയത്ത് തന്നെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വൈദ്യനായ ലൂക്കോസ് 5-ാം അധ്യായം ഇങ്ങനെ എഴുതി തുടങ്ങുന്നത് യേശു ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നു. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് യേശുവിന്റെ അടുക്കൽ 3 ഗ്രൂപ്പ് എപ്പോഴും വന്നിട്ടുണ്ട്. ഒന്ന്, വചനം കേൾക്കാൻ വന്ന ഒന്നാമത്തെ ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ് അവര് അത്ഭുതങ്ങളും അടയാളം കണ്ടതുകൊണ്ട് വരുന്ന ഒരു രണ്ടാമത്തെ ഗ്രൂപ്പ്. മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് യേശു എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ പിടിക്കാൻ വേണ്ടി ഈ പരീശന്മാരും സദൂക്യരും അടങ്ങുന്ന ഒരു മൂന്നാമത്തെ ഗ്രൂപ്പ്. അങ്ങനെ 3 ഗ്രൂപ്പായിട്ട് പലപ്പോഴും യേശുവിന്റെ ഈ 3.5 വർഷത്തെ പ്രേക്ഷിത പ്രവർത്തനത്തിന് യേശുവിന് ഫോളോ ചെയ്തിട്ടുണ്ട്. ഇതില് ഈ ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ വന്ന ജനം ദൈവവചനം കേൾക്കേണ്ടതിന് യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നു. ഇന്നത്തെ ഈ കാലഘട്ടങ്ങളിൽ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ ജനസമൂഹം പാഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അത്ഭുതങ്ങളും അടയാളങ്ങളും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ വചനം കേൾക്കാൻ വേണ്ടി, വചനം പഠിക്കാൻ വേണ്ടി, വചനം ശുശ്രൂഷിക്കാൻ വേണ്ടി ആഴമായ ആഗ്രഹമാണ് പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ വചനം കേൾക്കേണ്ടതിന് യേശുവിനെ തിക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് യേശു കാണുക. ഒരു കാര്യമുണ്ട് കേട്ടോ, യേശുവിന്റെ കണ്ണിന് ആരും മറഞ്ഞിരിക്കുന്നില്ല. അവിടെ 2 പടകൊന്നും അല്ല അവിടെ മീൻ പിടിക്കക്കാർ വന്നേക്കണത്. താഴോട്ടുള്ള വേദവാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റുള്ള കൂട്ടാളികളെ പത്രോസ് മാടി വിളിച്ചു. എന്തിനു വേണ്ടി? ഒരിക്കലും നിറയാത്ത വലയിൽ മീൻ കയറിയപ്പോൾ ഒറ്റയ്ക്ക് വലിച്ചു കയറ്റാൻ പറ്റാത്തത് കൊണ്ട് മറ്റുള്ളവരെയും മാടി വിളിക്കുന്നു. അതിന്റെ അർത്ഥം 2 പടക് മാത്രമൊന്നല്ല, ഒത്തിരി പടകുണ്ട്. പക്ഷേ വേറെ ആരും പടകിനെ ശ്രദ്ധിക്കാതെ പത്രോസിന്റെ പടകിനെ മാത്രം ശ്രദ്ധിക്കാൻ കാരണം അതിന് എന്തോ കാരണമുണ്ട്. ഇന്ന് ഈ രാത്രി സമയത്ത് ദൈവത്തിന്റെ വചനം നിങ്ങളോട് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം കേട്ടോ. ആരും നിങ്ങളെ കണ്ടില്ലെങ്കിലും, അപ്പനും അമ്മയും നിങ്ങളെ കണ്ടില്ലെങ്കിലും
ഉറ്റവര്, ഉടയവര്, കൂട്ടുകാര്, വീട്ടുകാര്, നാട്ടുകാര് ആരും കണ്ടില്ലെങ്കിലും കാണേണ്ടവൻ കണ്ടുകൊണ്ടിരിക്കാട്ടോ. ഇന്ന് രാത്രി നാങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. എന്താ പത്രോസിനെ നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒരു മീൻ വരെ കിട്ടാതിരിക്കുന്ന പത്രോസ്. അപ്പൊ പടക് ശൂന്യം, വല ശൂന്യം. അപ്പോൾ തന്നെ ദൈനംദിന കാര്യങ്ങൾ നടക്കാതിരിക്കേണ്ടതിന് ഹൃദയത്തിലും ഒരു ശൂന്യത. അങ്ങനെ ഹൃദയ വേദനയോടുകൂടെ, മനോഭാരത്തോടുകൂടെ പത്രോസ് കരയിൽ അടുത്ത് ആ പടകെല്ലാം പല കഴുകി പടക് കരയോട് അടുപ്പിച്ച് നിൽക്കുമ്പോൾ എന്റെ കർത്താവിന്റെ കണ്ണിൽ പത്രോസിന്റെ മുഖമൊന്ന് ഉടക്കി നിന്നു. ഓർക്കണം കേട്ടോ, മനോഭാരത്തോടെ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തില് 38 വർഷമായി ഒരു മനുഷ്യൻ തളർന്നു കിടക്കുന്നത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുക. അവിടെ സമയാസമയങ്ങളിൽ മാലാഖ ഇറങ്ങി വരും. അവിടെ ഒന്ന് കുളം കലക്കും, അത് വെള്ളം കലക്കും. ആരെങ്കിലും ആദ്യം ഇറങ്ങിയാൽ ആ രോഗിക്ക് സൗഖ്യമാണ്. കണ്ണുകുരുടൻ, മുടന്തൻ, ചെകിടൻ ആരുമായിക്കോട്ടെ. പക്ഷേ മറ്റുള്ളവരെ പിടിച്ചെറുക്കാൻ വേണ്ടി ഉറ്റവരുണ്ടായിരുന്നു. പക്ഷെ 38 വർഷമായി ബെഥസ്ദാ കുളത്തിന്റെ കരിയിൽ ആരാരും സഹായമില്ലാതെ വേദനയോടെ കിടക്കുക. അവനെ ആരും ശ്രദ്ധിക്കുന്നില്ല. കാണുന്നുണ്ട്, പലവരും കാണുന്നുണ്ട്, പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ആ ക്രിസ്തീയ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ഏത് മേഖലകളിലും ആരെങ്കിലും നിങ്ങളെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോ? ഞാൻ ശ്രദ്ധിക്കപ്പെടേണ്ടവനാണ്, ഞാൻ മറ്റാരാ ശ്രദ്ധിക്കപ്പെടേണ്ടതാണെന്ന് എന്നിട്ട് ചിന്തിച്ചിട്ടും ആര് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോ? ആരെങ്കിലും മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ടോ? ഇന്ന് പകലിൽ ഒരു ദൂത് ഞാൻ പറയാം കേട്ടോ. ആരും മൈൻഡ് ചെയ്തില്ലെങ്കിലും, ഉറ്റവരോ ഉടയവരോ ആരും എന്തായിക്കോട്ടെ, മൈൻഡ് ചെയ്തില്ലെങ്കിലും ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ രക്ഷിതാവായ കർത്താവുണ്ടല്ലോ, താങ്കളെ മൈൻഡ് ചെയ്യുന്നുണ്ട്, താങ്കളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹൃദയത്തിന്റെ വേദനകൾ, കുടുംബത്തിന്റെ അസ്വസ്ഥതകൾ, നിങ്ങളുടെ മാറാ രോഗമായെങ്കിലും എന്റെ കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു വേളയിൽ ആ ബെഥസ്ദാ കുളത്തിന്റെ കരിയിൽ എന്റെ നാഥൻ കടന്നു വന്ന് അവനെ സൗഖ്യമാക്കിയതുപോലെ ഇന്ന് ഈ വചനം കേൾക്കുന്ന എന്റെ ശ്രോതാക്കളോട് ആത്മാവിന്റെ ദൂതുകൾ ഞാൻ കൈമാറ്റം ചെയ്യുകയാണ്. ഇന്ന് ഈ വചനം ശ്രദ്ധിച്ചോ, ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ആത്മാവിന്റെ സന്ദേശം കൈമാറ്റം ചെയ്യുന്നു. ഈ പകലിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഇടപെടുമെന്ന് ആത്മാവചനത്തിലൂടെ ആലോചന കൈമാറ്റം ചെയ്യുകയാണ്. ഇവിടെ പത്രോസിന്റെ ആ കരയിൽ തന്റെ പടക് അടുപ്പിച്ച് വല കഴിക്കൊണ്ടിരിക്കുമ്പോൾ യേശു ആ പത്രോസിനെ കണ്ടു. എന്നിട്ട് പത്രോസ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന്റെ 2ാമത്തെ വേദവാക്യത്തിൽ അവയിൽ നിന്ന് മീൻ പിടിക്കുകാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. പത്രോസിന്റെ ഡ്യൂട്ടി വല കഴുകുക. നമ്മൾ സുവിശേഷം പഠിക്കുമ്പോൾ വല കഴുകുന്നവരുണ്ട്, വല നന്നാക്കുന്നവരുണ്ട്, വല വീശുന്നവരുണ്ട്. വല വീശുക, വല കഴുകുക, വല നന്നാക്കുക. ഇടയ്ക്കിടയ്ക്ക് വല നന്നാക്കണം കേട്ടോ. നമ്മളാകുന്ന ചില വല നന്നാക്കണം, ഇടയ്ക്ക് വല കഴുകണം. അത് ശുദ്ധീകരണത്തെ കുറിച്ച് കാണിക്കുകയാ. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ ദൈനംദിന ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം വേണം, ഒരു ശുദ്ധീകരണം വേണം. രക്ഷയുടെ 3 തലം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. 1, രക്ഷിക്കപ്പെട്ടു, വിശുദ്ധീകരിച്ചു. 2, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം, വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. രക്ഷയുടെ 3ാമത്തെ തലമാണ് ഒരു നാൾ നാം രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ രക്ഷ നടക്കും. 1 രക്ഷിക്കപ്പെട്ടു, 2ാമത് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. ദൈനംദിന ക്രിസ്തീയ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളെല്ലാം വരുമ്പോൾ യേശപ്പച്ചനോട് പറയണം, അപ്പാ എന്നോട് ക്ഷമിക്കണമേ, എന്റെ കുറവുകളെ കഴുകണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഇവിടെ പത്രോസ് തന്റെ വല കഴുകുകയായിരുന്നു. അതിൽ 3ാമത്തെ വേദവാക്യത്തില് ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. ദൈവത്തിന് സ്തോത്രം. വേണമെങ്കിൽ പത്രോസിന് രാത്രി മുഴുവൻ അധ്വാനിച്ചതാ. വീട്ടിൽ പോയി ഒന്ന് വിശ്രമിച്ചിട്ട് പിറ്റേ രാത്രിയിൽ വല വീശാൻ വേണ്ടി കടലിൽ പോകേണ്ടതാ പത്രോസ്. പക്ഷേ
പത്രോസിന് വീട്ടിൽ പോയി അല്പസമയം വിശ്രമിക്കാമായിരുന്നു, ഉറങ്ങാമായിരുന്നു. അതൊന്നും നോക്കിയില്ല. കർത്താവ് പറയുകയാണ്, പത്രോസേ ആ പടകൊന്ന് തരുമോ എന്ന് ചോദിച്ചപ്പോ വേറെ ഒന്നും നോക്കാതെ ആ പത്രോസ് ആ പടകൊന്ന് വിട്ടുകൊടുക്കുക. നോക്കിക്കേ, അത് അവന്റെ ജീവിതത്തിൽ ഒരു ബ്ലെസ്സിങ് ആയി. നമ്മൾ സുവിശേഷം പഠിക്കുമ്പോൾ യേശു കർത്താവിന് വേണ്ടി പടക് വിട്ടുകൊടുത്തു. പത്രോസ് പടക് വിട്ടുകൊടുത്തു. ഒരിക്കൽ യെരുശലേമിലേക്കുള്ള അവസാന യാത്രയ്ക്ക് വേണ്ടി ഒരുവൻ മനുഷ്യൻ കഴുതക്കുട്ടിയെ യേശുവിന് വേണ്ടി വിട്ടുകൊടുത്തു. യേശു കർത്താവിന് അന്ത്യത്യാഗത്തിന് വേണ്ടി ഒരു മാളികമുറി ആവശ്യമുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ വിലപിടിപ്പുള്ള വിരിച്ചൊരുക്കിയ മാളികമുറി യേശുവിന് വേണ്ടി വിട്ടുകൊടുത്തു. തീർന്നില്ല. അവസാനമായി യേശുവിന്റെ ഈ ബോഡി ഒന്ന് മറവ് ചെയ്യാൻ വേണ്ടി അരിമത്തിക്കന ജോസഫ് അവിടെ വായിക്കുന്നു, വചനത്തിൽ വായിക്കുന്നു, തന്റെ കല്ലറ വിട്ടുകൊടുത്തു. ആരൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ടോ? പടക് വിട്ടുകൊടുത്തവരുണ്ട്, അവിടെ മാളികമുറി വിട്ടുകൊടുത്തിട്ടുണ്ട്, കഴുതിയെ വിട്ടുകൊടുത്തിട്ടുണ്ട്, അവിടെ ശവക്കോട്ട അവരെ വിട്ടുകൊടുത്തിട്ടുണ്ട്. ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആരൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ടോ അവരെല്ലാം സ്വർഗം അനുഗ്രഹിച്ചിട്ടുണ്ട്. അവരെയും ഒരു തലമുറയെയും എന്റെ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇവിടെ ശീമോൻ പത്രോസ് പടക് വിട്ടുകൊടുത്തു. എന്നിട്ട് ആ പടകിൽ ഇരുന്നു കൊണ്ട് ശീമോൻ പത്രോസിന് ആ പടകിരുന്നു കൊണ്ട് പറയുകയാണ്, ശീമോനെ നീ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ. ദൈവത്തിന് അവൻ പറയുന്ന പദമുണ്ട്, നാഥാ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, അപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അധ്വാനിക്കാഞ്ഞിട്ടല്ല കേട്ടോ, ഇവന് വല വീശാൻ അറിയാം, വല നന്നാക്കാൻ അറിയാം, വല കഴുകാൻ അറിയാം. ഇവൻ അധ്വാനിക്കുന്നുണ്ട്. രാത്രി മുഴുവൻ അധ്വാനിച്ചു. അധ്വാനിക്കാഞ്ഞിട്ടാണോ മീൻ കിട്ടാതിരുന്ന്? അധ്വാനിച്ചു. ഇനി അവന്റെ ഉറക്കോളിക്കാഞ്ഞിട്ടാണോ? ഉറക്കോളിച്ചു. രാത്രി മുഴുവൻ അധ്വാനിച്ചു എന്ന് പറഞ്ഞാൽ ഇവന്റെ മേഖലകളിൽ എല്ലാം പരിശ്രമിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല. ഈ സന്ദേശം കേൾക്കുന്ന എന്റെ സുഹൃത്തുക്കളെ, താങ്കൾ എല്ലാം പരിശ്രമിച്ചിട്ടും ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടും പോകേണ്ട സ്ഥലത്ത് എല്ലാ സ്ഥലത്തും പോയിട്ടും ചെയ്യേണ്ട കാര്യം എല്ലാം ചെയ്തിട്ടും താങ്കളുടെ കുടുംബം ശൂന്യമാണോ? താങ്കളുടെ ബിസിനസ് ശൂന്യമാണോ? അഭിഷക്തന്മാരെ, നിങ്ങളെ ദൈവം ഏൽപ്പിച്ച മിനിസ്ട്രി ശൂന്യമായിരിക്കുകയാണോ? ഇന്ന് ഈ വചനത്തിലൂടെ ആത്മാവിൽ ഞാൻ ദൂതിയാൻ പറയുകയാണ്, എന്റെ തമ്പുരാനിൽ കാര്യകാരണമുണ്ട്. എന്തിനാണെന്നറിയാമോ? അടുത്തൊരു മിനിസ്ട്രിക്ക് വേണ്ടി അല്ല. ജോലിക്കാര് സുഹൃത്ത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അടുത്തൊരു മേഖലയിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി ഈ വചനം പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഈ ശൂന്യത നാളത്തെ നിറവിലേക്ക് എന്റെ തമ്പുരാൻ കൊണ്ടെത്തിക്കും. ദൈവത്തിന് സ്തോത്രം. അവിടെ വായിക്കുന്നു, അവിടെ കാര്യനാൽപ്പം നീക്കാണെന്ന് പറഞ്ഞു. ശീമോൻ പത്രോസിന്റെ ആ പടയിരുന്നു കൊണ്ട് കർത്താവ് സത്വർത്തനം അറിയിച്ചു, നാഥാ രാത്രി അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ശ്രദ്ധിക്കുക, പത്രോസ് യേശുവിന്റെ വാക്കിന് വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം പത്രോസിന്റെ പടകിൽ കയറി. ഇനി മീനെ പിടിക്കുന്നവനല്ല, ഇനി നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. അടുത്തൊരു മേഖലകളിലേക്ക് ശീമോൻ പത്രോസിനെ എന്റെ കർത്താവ് മാറ്റി നിർത്തുകയാണ്. ഇന്നലെ വരെ നീ മീൻ പിടിക്കുന്നവനാണെങ്കിൽ ആ ജോലിയിൽ നീ വിശ്വസ്തയോടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പത്രോസിനോട് പറയുകയാണ്, പത്രോസേ ഇനി നീ മീൻ പിടിക്കുന്നവനല്ല, ലോക സുവിശേഷീകരണത്തിന് വേണ്ടി നിന്നെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അടുത്തൊരു തലത്തിലേക്ക് ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി ശീമോൻ പത്രോസിനെ എന്റെ കർത്താവ് മാറ്റുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് ആത്മാവിൽ സംസാരിക്കാനുള്ളത് ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ശൂന്യത നിങ്ങൾ ഭാരപ്പെടരുത്. ഇന്നത്തെ ബുദ്ധിമുട്ട് നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നൊരു വഴി തുറന്നില്ല എന്ന് ചിന്തിച്ച് നിങ്ങൾ ഭാരപ്പെടരുത്. അടുത്തൊരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ സന്ദേശം ഇവിടെ ഞാൻ പര്യവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അവസാനത്തായി ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, 14-ാമത്തെ വേദവാക്യത്തിൽ, പിന്നെ അവർ പടകളെ കരക്കടുപ്പിച്ചിട്ട് സകലം വിട്ട് അവനെ അനുഗമിച്ചു. എല്ലാം വിട്ടിട്ട് യേശു കർത്താവിന്റെ വചനം ശിരസാ വഹിച്ചുകൊണ്ട് പടക് വിട്ടു, വല വിട്ടു, എല്ലാം വിട്ടു കഴിഞ്ഞിട്ട് ശിമോൻ പത്രോസ് കർത്താവിന്റെ പിന്നാലെ കടന്നുപോയി. ഈ സന്ദേശം കേൾക്കുന്ന എന്റെ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ
ഈ നിരാശ, ഇന്നത്തെ ശൂന്യത അടുത്ത തലത്തിലേക്ക്, ഒരു മിനിസ്ട്രിയിലേക്ക്, അടുത്തൊരു ജോലിയിലേക്ക്, കുടുംബമായി, വ്യക്തിപരമായി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകട്ടെ. നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. നിരാശപ്പെടരുത്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗോഡ് ബ്ലസ് യു.